ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇന്ന് വൈറ്റില കാക്കനാട് വാട്ടർ മെട്രോ ആണ് നാം എക്സ്പ്ലോർ ചെയ്യുന്നത്. വൈറ്റില എന്ന പ്രൈം ലൊക്കേഷനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. റോഡ്, റെയിൽവേ, വാട്ടർ ഈ 3 മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും ഒരുമിച്ച് വരുന്നത് വൈറ്റിലയിലെ വൈറ്റില ഹബിനടുത്താണ്. ഈ വൈറ്റിലയിലെ വാട്ടർ മെട്രോ ടെർമിനലാണ് നമ്മൾ കാണുന്നത്. വെയിൽ കൊള്ളാതെ, പൊടിയടിക്കാതെ, കാറ്റടിക്കാതെ, പൊല്യൂഷൻ ഇല്ലാതെ, AC-യുടെ കുളിർമയിൽ സുരക്ഷിതമായ ഒരു ലക്ഷറി യാത്ര. ഗംഭീരമാണ് കേട്ടോ. വൈറ്റിലയിൽ നിന്ന് കാക്കനാടേക്ക് 30 രൂപയാണ് നിരക്ക്. പേപ്പർലെസ് ടിക്കറ്റാണ്, സ്മാർട്ട് കാർഡ് പോലെ. യാത്ര കഴിയുമ്പോൾ ബോക്സ് നിക്ഷേപിക്കണം. ഈ പാസഞ്ചർ കൗണ്ടിങ് ഏരിയ കഴിഞ്ഞ് പ്ലാറ്റ്ഫോം ഗാൻവേയിലൂടെ കടന്ന് ഫ്ലോട്ടിംഗ് പോണ്ടൂണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ വാട്ടർ ലെവൽ ക്രമീകരിക്കുന്നതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രക്ചർ നമ്മളവിടെ കണ്ടു. അതേപോലെ ഡിസേബിൾ ഫ്രണ്ട്ലി ആയ പാത്തിലൂടെ കടന്ന് നമ്മൾ വാട്ടർ മെട്രോയുടെ ക്യാബിനിലേക്ക്. കൊച്ചി മെട്രോയുടെ ഓർമ്മ വരുന്നില്ലേ ഈ കളർ കണ്ടിട്ട്? ഇത് മാസ്റ്റേഴ്സ് ക്യാബിനാണ്. പാസഞ്ചർ ക്യാബിന് പുറത്ത് കടക്കാൻ പാടില്ല. അതായത് ബോട്ടിന് മുന്നിലും പിന്നിലും നിന്ന് പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാൻ പാടില്ല. ബോട്ട് നമ്മൾ ഇപ്പോൾ വൈറ്റില ജെട്ടി വിട്ടു. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് വൈപ്പിനിലേക്കുള്ള വാട്ടർ മെട്രോ ജേണിയേക്കാൾ തികച്ചും വ്യത്യസ്തമാണ് വൈറ്റില ഹബിൽ നിന്നും കാക്കനാടേക്കുള്ള യാത്രയെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ്. അതിന് കാരണം ഈ യാത്രയെ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ നമ്മൾ കായലിന് കുറുകെ യാത്ര ചെയ്തപ്പോൾ ഇവിടെ നാം പുഴയോടൊപ്പം യാത്ര ചെയ്യുകയാണ്. വളരെ വീതി കുറഞ്ഞ ഒരു പുഴയിലൂടെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കണ്ടൽ കാടുകളും പച്ചപ്പുള്ള പറമ്പുകളും കുറേ പ്രൈവറ്റ് ജെട്ടികളും. കാരണം ഇവിടെ ഈ തുരുത്തിലെ ആളുകൾക്കൊക്കെ കുറേ തുരുത്തുകളാണ്. ഈ ആളുകൾക്ക് ഗതാഗതത്തിന് വാട്ടർവേസ് ആശ്രയിക്കാതെ നിവർത്തിയില്ല. ഇതെല്ലാം ആശ്രയിച്ചുകൊണ്ടുള്ള യാത്ര. അതുപോലെ ബേർഡ് വാച്ചേഴ്സിന് ശരിക്കും ഈ യാത്ര ഇഷ്ടപ്പെടും. കാരണം ധാരാളം വ്യത്യസ്തങ്ങളായ പക്ഷികളെ ഈ യാത്രയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. കൊച്ചി നഗരത്തിൻ്റെ മധ്യത്തിലൂടെയാണ് ഈ യാത്രയെന്ന് ഓർക്കണം. കൊച്ചിയുടെ നമ്മളെങ്ങും കാണാത്ത മറ്റൊരു മുഖം നമുക്കിവിടെ കാണാം. പഴയ ബോട്ടുകളുടെ ഇടുങ്ങിയ വിൻഡോയ്ക്ക് പകരം വിശാലമായ വിൻഡോ ആണ് കേട്ടോ ഇവിടെ. മൊബൈൽ ചാർജിങ് യൂണിറ്റ് ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ. അതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു സുരക്ഷാ ജാക്കറ്റുകളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. നാഷണൽ വാട്ടർവേ ചമ്പക്കര കനാലിലൂടെയാണ് നമ്മുടെ യാത്ര. ഇത് ചമ്പക്കര പൈപ്പ് ലൈനും അതേപോലെ റെയിൽവേ ലൈനുമാണ്. അതിന് താഴെ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഒരു ജെട്ടിയും അതുപോലെ ഒരു വാക്വേയും കാണാം. കുറച്ചുകൂടി വികസിതമായ ഒരു മേഖലയാണെന്ന് തോന്നുന്നു. മോർണിംഗ് വാക്കും ഈവനിങ് വാക്കിനും ഒക്കെ പാകത്തിന് ഒരു വാക്വേ നമുക്കിവിടെ കാണാം. അതുപോലെ ഈ ബോട്ട് പോകുന്നത് സിഗ്നലിംഗ് ലൈറ്റ്സ് കൊണ്ടാണ്. അവിടെ നമുക്ക് ഈ സിഗ്നലിംഗ് ലൈറ്റ്സിൻ്റെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സിഗ്നലിംഗ് ലൈറ്റ്സിൻ്റെയാണ്. ലൈറ്റ് പതിനെട്ട് 9 കിലോമീറ്റർ നീളം. ശരി, ബൈക്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 2 കിലോമീറ്റർ. 40 രൂപ, 50 രൂപ. ബൈക്കിൽ 20 രൂപ. ദൂരെ നമുക്ക് കാക്കനാട് ടെർമിനൽ കാണാം. 9 കിലോമീറ്റർ ദൂരം. റോഡ് വേ ആണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ മിനിമം 1 അവറെങ്കിലും എന്തായാലും എടുക്കും. ഇത്ര പ്രൗഡായി, ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഇത്ര കുറഞ്ഞ നിരക്കിൽ, ഇത്ര സേഫായി എത്തിച്ചേരാനാകുമെങ്കിൽ എന്തുകൊണ്ട് നാം വാട്ടർ മെട്രോ ഉപയോഗിച്ചുകൂടാ? തീർച്ചയായും കയറണം കേട്ടോ. ഇതിൽ പാസഞ്ചേഴ്സും അതുപോലെ ടൂറിസ്റ്റുകളുമായിട്ട് 17 ലക്ഷത്തിലധികം പേർ കയറി വളരെ ഗംഭീരമായ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാട്ടർ മെട്രോ. സ്ഥിരയാത്രക്കാർക്ക് ഒരു ട്രിപ്പിന് 10 രൂപ വരുന്ന വിധത്തിൽ സീസൺ ടിക്കറ്റും അവൈലബിൾ ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി വൈദ്യുത ബോട്ട്, ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ നിർമ്മിത EV ചാർജർ യൂസ് ചെയ്യുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അവിടെ നിർമ്മിച്ച ഈ കാറ്റമറൈൻ ബോട്ട്, ഇതിൻ്റെ ഷേപ്പ് ഇതായാലും ഒരിക്കലും അറിയില്ല. അഥവാ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പാസഞ്ചർ ബോട്ടിനേക്കാൾ ഇരട്ടി സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഗരുഡ എന്ന എമർജൻസി ബോട്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ സുസജ്ജമാണ്. പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം? ഇവിടെ കാക്കനാട് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ഇതേ ബോട്ടിൽ തന്നെ തിരിച്ച് വൈറ്റില ഹബ്ബിലേക്ക് പോകും.
നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അത് ബോക്സിലിട്ട് മറ്റൊരു ടിക്കറ്റ് എടുത്തിട്ട് വേണം തിരിച്ച് യാത്ര ചെയ്യാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 30 രൂപയാണ് വൺ സൈഡ് യാത്രയ്ക്ക്. അത് സ്ഥിര യാത്രക്കാർക്ക് അതിനേക്കാൾ കുറവാണ്. 10 രൂപ വരുന്ന നിരക്കിൽ സീസൺ ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ ചമ്പക്കര കനാലിലൂടെ നാഷണൽ വാട്ടർവേ 3 ചമ്പക്കര കനാലിലൂടെ തിരിച്ച് വൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി മലേഷ്യൻ യാത്രാവിവരണവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.